നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമ. മലയാള മനോരമയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് സാമ്പത്തിക പ്രതിസന്ധി പട്ടികജാതി വിഭാഗങ്ങൾക്ക് പദ്ധതികളിൽ കടും വെട്ടിക്കുറച്ചു 500 കോടി. ലൈഫ് മിഷൻ ഭവന പദ്ധതിക്കുള്ള 300 കോടി 120 കോടിയാക്കി. ലക്ഷം വീട് പദ്ധതിക്കുള്ള വിഹിതവും കുറച്ചു. പട്ടിക വിഭാഗങ്ങൾക്കുള്ള 20 പദ്ധതികളിലെ വിവിധ ധനസഹായങ്ങൾക്ക് നീക്കിവച്ചിരുന്ന 1370 കോടിയിൽ 500 കോടി രൂപ സർക്കാർ വെട്ടിക്കുറച്ചു. ഇനി മലയാള മനോരമയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട പേജ് കൂടി ഇന്നത്തെ ദിവസത്തെ പത്രത്തിലുണ്ട്. അതിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് ബജറ്റ് ഇന്ന് പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും ശുഭസൂചന നൽകി സർക്കാർ. തല്ലില്ലല്ലോ തലോടില്ലേ എന്നുള്ളതാണ് വാർത്തയുടെ തലക്കെട്ട്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നിറയെ മിഡിൽ ക്ലാസ് എന്ന വാക്ക്. ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി. ബജറ്റ് അവതരണം രാവിലെ 11-ന്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് രാവിലെ 11-ന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൻ്റെ ഊന്നൽ ഇടത്തരക്കാർക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കുമായിരിക്കുമെന്ന് സൂചന. ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം ഇടത്തരക്കാരുടെ ക്ഷേമത്തിൽ ഊന്നിയായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പ്രസംഗം. രാഷ്ട്രപതി പ്രസംഗത്തിൽ 8 തവണയാണ് മിഡിൽ ക്ലാസ് എന്ന വാക്ക് ആവർത്തിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വാക്കുകൾ ഇവിടെ പ്രധാനമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത്, അതും ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയെ നൽകിയിട്ടുള്ളത്, 2.5 വയസ്സുകാരിയുടെ കൊലപാതകം ഉൾവിളി എന്ന പ്രതി കുഴങ്ങി പോലീസ്. സഹോദരിയുടെ മകൾ 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഉൾവിളി കാരണമെന്ന പ്രതി ഹരികുമാർ. കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നു എന്നാണ് പ്രതി പോലീസിന് നൽകിയ വിശദീകരണം. ഇവയുൾപ്പെടെ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി പോലീസിനെ കുഴക്കുകയാണ് പ്രതി. ആ മോളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നൊമ്പരനൂലിഴ എന്ന തലക്കെട്ടോടുകൂടി മോൾക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കുഞ്ഞി പാവാട തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ തുന്നിക്കൊണ്ടിരിക്കുന്ന പുതിയൊരു പാവാട തുന്നിക്കൊണ്ടിരിക്കുന്ന ചിത്രം അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതിയെക്കുറിച്ചുള്ള സോണിയയുടെ പരാമർശം വിവാദമാക്കി BJP. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പ്രസംഗത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി നടത്തിയ പരാമർശത്തിന്മേൽ വിവാദം. പ്രസംഗം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും പാവം തളർന്നുപോയി, ഒടുവിൽ സംസാരിക്കാൻ പോലും പാടുപെട്ടു എന്നാണ് രാഷ്ട്രപതിയെക്കുറിച്ച് സോണിയ നടത്തിയ പരാമർശം. സോണിയയുടെ പരാമർശത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയ രാഷ്ട്രപതി ഭവൻ വാർത്താക്കുറിപ്പിറക്കി. സോണിയയുടെ പേരെടുത്ത് പറയാതെയായിരുന്നു കുറിപ്പ്. വൈദ്യുതി തൂണിൽ ബസ്സിടിച്ചു, കൈയറ്റ യാത്രക്കാരൻ മരിച്ചു എന്നുള്ള വാർത്ത. 2 പേർക്ക് പരിക്ക്. ബെഞ്ചിലാസാണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന് ചിത്രവും നൽകിയിട്ടുണ്ട്. പോക്സോ കേസ് അതിജീവിത മരണത്തിന് കീഴടങ്ങി. ആൺ സുഹൃത്തിൽ നിന്ന് നേരിട്ടത് ക്രൂര പീഡനം. ആൺ സുഹൃത്തിൻ്റെ അതിക്രമത്തിന് ഇരയായ പോക്സോ കേസ് അതിജീവിത ആശുപത്രിയിൽ ഭരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ദിവസങ്ങളോളം വെന്റിലേറ്ററിലായിരുന്നു യുവതിയുടെ മരണം. ഇന്നലെ ഉച്ചയ്ക്ക് 2:30-നാണ് സ്ഥിരീകരിച്ചത്. ഇന്ന് നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വ്യക്തമായ ശേഷം പ്രതി തലയോലപ്പറമ്പ് കുഴിപ്പുറത്ത് അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തുന്നതിൽ തീരുമാനമെടുക്കും. അനൂപിൻ്റെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ലെന്ന് പിണറായി. ദിവസം ഒരു പാഠം എന്നതാണ് നമ്മുടെ കണക്ക് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി നൽകുന്നു. വെല്ലുവിളികളിലും വളരും സാമ്പത്തിക സർവേ, ഇന്ത്യ മുന്നോട്ട് എന്ന തലക്കെട്ടുകൾ. GDP വളർച്ച 6.3% മുതൽ 6.8% വരെ. പാവം സ്ത്രീ ക്ഷീണിച്ചെന്ന് സോണിയ, അന്തസ്സിനെ വ്രണപ്പെടുത്തി രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ സോണിയാഗാന്ധി നടത്തിയ പ്രസംഗത്തെപ്പറ്റിയുള്ള വാർത്ത മാതൃഭൂമിയും ചെറിയ പ്രാധാന്യത്തോടെ നിർവചനം നൽകുന്നു. 2 വയസ്സുകാരിയുടെ കൊലപാതകം അന്ധവിശ്വാസമെന്ന സൂചന. 2 വയസ്സുകാരി കുഞ്ഞിനെ അമ്മയുടെ സഹോദരൻ കിണറ്റിലെറിഞ്ഞു കൊന്ന വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു മാതൃഭൂമി. സ്വകാര്യ സർവകലാശാല 20 ഏക്കർ വേണമെന്ന നിബന്ധന മാറ്റും. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള കരട് ബില്ല് മന്ത്രിസഭയുടെ പരിഗണനയിലാണ്. ചൊവ്വാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ ബില്ലെത്തിയെങ്കിലും ഘടകകക്ഷി മന്ത്രിമാരിൽ ചിലർ ആവശ്യപ്പെട്ട പ്രകാരം അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. 1650 കോടിയുടെ വായ്പാ ആപ്പ് തട്ടിപ്പ് പിന്നിൽ ചൈന, ED. രാജ്യത്ത് നടക്കുന്ന വായ്പാ ആപ്പ് തട്ടിപ്പുകൾക്ക് പിന്നിൽ ചൈനയെന്ന ED കണ്ടെത്തൽ. ചൈനീസ് വായ്പാ ആപ്പുകളുടെ 1650 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നും തട്ടിപ്പിനായി കേരളത്തിലടക്കം ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചെന്നുമാണ് കണ്ടെത്തൽ. അവൽ മടങ്ങി, ഇനി നമ്മുടെ വേദന. ശാരീരിക പരിമിതികൾക്കിടയിലും ഹാൻഡ്ബോളിലും ബാസ്കറ്റ്ബോളിലും തിളങ്ങിയ മിടുക്കി അമേരിക്കയിൽ നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ജയിച്ച ടീമിലെ അംഗം. 6 നാൾ നീണ്ട യാതനകൾക്കൊടുവിൽ അവൾ കണ്ണടച്ചതോടെ നേട്ടങ്ങളെല്ലാം കണ്ണീരോർമ്മയായി. ചോറ്റാനിക്കരയിൽ ക്രൂരമർദ്ദനമേറ്റ പോക്സോ കേസ് അതിജീവിത മരിച്ചു. ആ വാർത്തയ്ക്ക് മറ്റൊരു തരത്തിൽ വാർത്ത നൽകിയിരിക്കുകയാണ് മാതൃഭൂമി. ജസ്റ്റിസ് ഫോർ മിഹിർ അന്വേഷണം ഊർജിതം. 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫ്ളാറ്റിൽ നിന്ന് ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന
മിഹിർ അഹമ്മദിനെ ജനുവരി 15-നാണ് ഫ്ലാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇനി കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ സോണിയാഗാന്ധിയുടെ പരിഹാസത്തിൽ വെട്ടിലായി കോൺഗ്രസ്. രാഷ്ട്രപതി തളർന്നുവെന്ന സോണിയ, അന്തസ്സിനെ വ്രണപ്പെടുത്തിയെന്ന് രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ പരാമർശം നടത്തിയെന്ന തരത്തിലുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു കേരള കൗമുദി. ആദ്യ പേജിൽ തന്നെ ആദായ നികുതിയിൽ ഇളവുണ്ടാകും. ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകിക്കൊണ്ട് നടുഭാഗത്ത് തന്നെ വാർത്ത നൽകിയിരിക്കുകയാണ് കേരള കൗമുദി. കുടുംബശ്രീ മിച്ച മാതൃക, അടുത്ത വർഷം വളർച്ച 6.8%, തൊഴിൽ നയങ്ങൾ മാറ്റമെന്നടക്കമുള്ള ചില പ്രധാന തലക്കെട്ടുകളിൽ പ്രധാന വിശേഷങ്ങൾ കൂടി പങ്കുവച്ചിട്ടുണ്ട് കേരള കൗമുദി. ചോറ്റാനിക്കരയിൽ കാമുകന്റെ മർദ്ദനമേറ്റ് പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയ്ക്ക് വലതുഭാഗത്ത് ഒരു കാർട്ടൂണോടുകൂടി വാർത്ത നൽകിയിരിക്കുകയാണ് കേരള കൗമുദി. ചെറുവയൽ രാമന്റെ ദയനീയാവസ്ഥ, പരിഹാരം തേടി മന്ത്രിമാർ. വയനാടിന്റെ പൈതൃക ജൈവ നെൽവിത്ത് സംരക്ഷകൻ ചെറുവയൽ രാമന്റെ ദയനീയാവസ്ഥ പരിഹാരം കാണാൻ മന്ത്രിമാരായ OR കേളുവിൻ്റെയും UP പ്രസാദിൻ്റെയും സത്വര ഇടപെടൽ. ചെറുവയൽ രാമന്റെ ചിത്രവും എന്നോടൊപ്പം നൽകിയിട്ടുണ്ട്. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് രാഷ്ട്രപതി നയപ്രഖ്യാപനം വായിച്ച് ക്ഷീണിച്ചെന്ന പരാമർശം. സോണിയയ്ക്കെതിരെ പ്രധാനമന്ത്രി. വാവിട്ട വാക്ക് കൈ വിട്ട കല്ല് എന്നതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ സാമ്പത്തിക സർവേ വളർച്ച കൂപ്പുകുത്തും എന്ന തലക്കെട്ടോടുകൂടി ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദേശാഭിമാനി. ആ ബജറ്റിൻ്റെ ഒരു നെഗറ്റീവ് രീതിയിലാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ബഹിരാകാശ നടത്തത്തിൽ സുനിതയ്ക്ക് റെക്കോർഡ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്ന ദേശാഭിമാനി. അതിനോടൊപ്പം വൈദ്യുതി നിരക്ക് ഇന്നു മുതൽ കുറയുമെന്ന വാർത്തയും നൽകുന്നുണ്ട്. യൂണിറ്റിന് സർചാർജ് ഇനത്തിലുള്ള 9 പൈസയാണ് ഒഴിവാക്കിയത്. കേന്ദ്ര ബ്ലൂ എക്കോണമി നയം, കടൽമണൽ ഖനനത്തിനെതിരെ 27-ന് തീരദേശത്ത് ഹർത്താൽ എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദേശാഭിമാനി. അടുത്ത ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ രാഷ്ട്രപതിയോട് കോൺഗ്രസിന് പുച്ഛം, പരിഹാസം, പുവർ ലേഡി എന്ന സോണിയ എന്ന തലക്കെട്ടോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പരിഹസിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ജന്മഭൂമി. ആദ്യ പേജിൽ തന്നെ മറ്റൊന്ന് പ്രയാണം വികസിത ഭാരതത്തിലേക്ക് രാഷ്ട്രപതിയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിന് പ്രാധാന്യമേറെ നൽകിക്കൊണ്ട് ആദ്യ പേജിൽ ഇടതുഭാഗത്ത് വലിയ പ്രാധാന്യം നൽകുന്നു ജന്മഭൂമി. മറ്റൊന്ന് വളർച്ചാ നിരക്ക് 6.8% വരെ സുസ്ഥിരമായി തുടരുമെന്ന തലക്കെട്ടോടുകൂടി GDPയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ജന്മഭൂമി. ആദ്യ പേജിൽ തന്നെ ആൺസുഹൃത്തിൻ്റെ ക്രൂരമർദ്ദനം, ചോറ്റാനിക്കരയിലെ അതിജീവിത മരിച്ചു എന്ന വാർത്ത. കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ്. പ്രതി അനൂപിൻ്റെ ചിത്രത്തോടു കൂടിയാണ് ആ വാർത്ത ജന്മഭൂമി ആദ്യ പേജിൽ ഏറ്റവും താഴെയായി നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ 2047 വികസിത ഭാരതം എന്ന സാമ്പത്തിക സർവേ, വളർച്ച 6.4%, കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് എന്ന തലക്കെട്ടോടുകൂടി സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദീപിക. ആദ്യ പേജിൽ തന്നെ അത്രയും വേണ്ട വാത്സല്യം എന്ന തലക്കെട്ടോടുകൂടി പട്ടികജാതിക്കാർക്കുള്ള വാത്സല്യ നിധി പദ്ധതിക്ക് പണം നൽകേണ്ടെന്ന ഉത്തരവ്, പട്ടികജാതി വകുപ്പിൻ്റെ വിവിധ പദ്ധതികൾക്കുള്ള ഫണ്ടും വെട്ടി. മലയാള മനോരമ കഴിഞ്ഞാൽ ദീപികയാണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകിയിട്ടുള്ളത്. ആദ്യ പേജിൻ്റെ വലത് ഭാഗത്ത് ഒരു കോളത്തിലായിട്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. KSRTC ബസ് പോസ്റ്റിലിടിച്ചു, കയ്യേറ്റ യാത്രക്കാരൻ രക്തം വാർന്ന് മരിച്ചു. ബെഞ്ചിലാസ് എന്ന അദ്ദേഹത്തിൻ്റെ ചിത്രവും നൽകിയിട്ടുണ്ട്. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകി ആദ്യ പേജിൻ്റെ ഇടതുഭാഗത്ത് നൽകിയിരിക്കുന്നു ദീപിക. അതിനോടൊപ്പം തന്നെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറുന്നു രാഷ്ട്രപതിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത ദീപിക ആദ്യ പേജിൻ്റെ താഴെയായി നൽകിയിട്ടുണ്ട്. വാഷിംഗ്ടൺ വിമാന ദുരന്തം, മരിച്ചവരിൽ ഇന്ത്യൻ വംശജ എന്ന തലക്കെട്ടോടുകൂടി അമേരിക്കൻ തലസ്ഥാനത്തെ വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ ഇന്ത്യൻ വംശജ അസ്ര ഹുസൈൻ റേസയും ഉൾപ്പെടുന്നതായി ഇവരുടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചു. അസ്രയുടെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ രാജു നായർ തയ്യാറാക്കിയ കാർട്ടൂണിൽ കേജ്രിവാൾ മോദിയേക്കാൾ കൗശലക്കാരനെന്ന് രാഹുൽ ഗാന്ധി. രാഷ്ട്രീയ കൗശലം വശമില്ലെങ്കിൽ വെറുതെ തെക്കുവടക്ക് ഭാരത് ജോഡോ യാത്രയുമായി നടക്കാമെന്ന് മാത്രം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ ആദ്യ പേജിൽ സ്പെഷ്യൽ കോളത്തിൽ ആൺ സുഹൃത്തിൻ്റെ ക്രൂരമർദ്ദനം, ചികിത്സയിലിരുന്ന അതിജീവിതം മരിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ. അനൂപ് എന്ന കൊലയാളിയുടെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. സാമ്പത്തിക സർവേ മുരടിപ്പ് തുടരും, നിയന്ത്രണം നീക്കണം എന്ന തലക്കെട്ടോടുകൂടി സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ആദ്യ പേജിൽ തന്നെ. മധ്യവർഗ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും രാഷ്ട്രപതിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകിക്കൊണ്ട് ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിനത്തിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പുറപ്പെടും മുമ്പ് അംഗരക്ഷക സംവിധാനത്തിൻ്റെ ഭാഗമായ കുതിരയ്ക്ക് പുല്ല് കൊടുക്കുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ചിത്രവും അതിനൊപ്പം നൽകുന്നുണ്ട്. കേന്ദ്ര ബജറ്റ് ഇന്ന് എന്ന തലക്കെട്ടോടുകൂടി കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകി ചെറിയൊരു കോളം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. 2.5 വയസ്സുകാരിയുടെ കൊലപാതകം, ദുരൂഹത ഒഴുകുന്നില്ല എന്ന തലക്കെട്ടോടുകൂടി 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് മാധ്യമം. നിർമ്മത ബുദ്ധൻ എന്ന മാധ്യമത്തിൻ്റെ കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് 2047 ഇന്ത്യ വികസിത രാജ്യമാകും മോദി
2047 ജനുവരി 1 രാവിലെ ഒരു 10-10:30 വികസിപ്പിച്ചേക്കും എന്നുള്ളതാണ് ആ കാർട്ടൂണിന്റെ തലക്കെട്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റ് വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.